കഠിനമായ ആശയം ലളിതമാക്കുന്ന പരിശീലനം. ഈ രീതിയുടെ അടിസ്ഥാനം പറഞ്ഞത് റിച്ചാർഡ് ഫെയ്മാനാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രശസ്തമായ വാക്കുണ്ട്: ഇഫ് യു കനോട്ട് എക്സ്പ്ലെയിൻ സംതിങ് സിംപ്ലി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. അതായത് ഒരു വിഷയം ലളിതമായി പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കത് ശരിയായി മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന നിലയിൽ നമുക്ക് എടുക്കാം. അതിനെ വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എന്തുകൊണ്ട് ഇത് പവർഫുള്ളാണ്? കുട്ടി പലപ്പോഴും ഡെഫിനിഷൻ ഓർക്കും, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ഓർത്തെടുത്ത് പറയാൻ ഒരുപക്ഷെ കുട്ടിക്ക് പറ്റും. പക്ഷേ കൺസെപ്റ്റ് ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം അങ്ങനെ ഒരു പ്രാക്ടീസ് കുട്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് കഴിയാതെ വരുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ചലഞ്ചായി ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഇൻഫർമേഷൻ സിംപ്ലിഫൈ ചെയ്യും. അതുപോലെ തന്നെ കോർ ഐഡിയാസ് കണ്ടെത്താൻ കുട്ടിയെ അത് സഹായിക്കും. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിൽ ഉണ്ടാകും. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് ചെറിയ വൈദ്യുതി കണങ്ങൾ വയറിലൂടെ യാത്ര ചെയ്യുന്നു. അത് ബൾബിലെത്തുമ്പോൾ ബൾബ് തെളിയും. ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. അതുപോലെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഹാർട്ട് പമ്പ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ദി ബോഡി. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നു. അത് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. അത് വളരെ സിമ്പിളായി പറയാൻ കഴിയുന്ന ഒരു വിശദീകരണമാണ്. അതുപോലെ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി വലിയ സർക്കിളിൽ സഞ്ചരിക്കുന്നു. കൺസെപ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രെയിനിൽ ലോജിക്കൽ പ്രോസസ്സിംഗ് നടക്കും. കൺസെപ്റ്റ് ഓർഗനൈസേഷൻ നടക്കും. ലോങ് ടൈം മെമ്മറി ശക്തമാകും. അതുകൊണ്ട് സിംപ്ലിഫൈ ആൻ ഐഡിയ ഈസ് ഈക്വൽ ടു ഡീപ്പർ ലേണിംഗ് എന്നാണ്. നമ്മൾ പേരൻസ് ചെയ്യേണ്ടത് പഠിച്ച ശേഷം കുട്ടിയോട് ചോദിക്കുക. കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇതൊരു 5 വയസ്സുകാരനോട് പറയുന്ന രീതിയിൽ പറയാമോ, അല്ലെങ്കിൽ അത് എങ്ങനെ പറയാം, ഇതൊരു എക്സാമ്പിൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഒരു ഡ്രോയിങ് കൊണ്ട് പറയാമോ. ഇത്തരത്തിൽ ആവർത്തിച്ച് ഇത്തരം ചോദ്യങ്ങൾ ഓരോ കുട്ടി പഠിക്കുന്ന ഓരോ കൺസെപ്റ്റിലും നമ്മൾ ആവർത്തിച്ച് ഈ ചോദ്യം കുട്ടിയോട് ചോദിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ ടീച്ചറിന് പറയാം, ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റുകൾ 3 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ. ഇത് കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനും ഇത് സഹായകരമായിരിക്കും. അതുപോലെ വീട്ടിൽ വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ, കോംപ്ലക്സ് ടു സിമ്പിൾ ചലഞ്ച് എന്ന രീതിയിൽ ആ ഒരു റൂൾ നമുക്ക് വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ദിവസം ഒരു കൺസെപ്റ്റ് 1 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏറ്റവും ലളിതമായ എക്സ്പ്ലനേഷൻ ഏത് എന്ന് നാം മനസ്സിലാക്കുക. ഇത് തിങ്കിങ് സ്കില്ല് വളർത്തും. വലിയ പരിശ്രമമുള്ള കുട്ടികൾക്ക് തീർച്ചയായും ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റുകൾ വളരെ ലളിതമായി പറയാൻ കഴിയും. അറിവ് എന്ന് പറയുന്നത്, അതിൻ്റെ റിയൽ പവർ എന്ന് പറയുന്നത് അത് ദുർഗ്രാഹ്യതയല്ല, മറിച്ച് അതിൻ്റെ ലാളിത്യമാണ്.